അപ്പൊ വിജയ് തൃഷ പ്രശ്നം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. അറിയാലോ, രണ്ടുപേരും അവിഹിതത്തിലാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് രണ്ടാളും കൂടി ഇപ്പൊ ഒരുമിച്ച് ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയേക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഫുട്ടേജ് പലരും ഇതിനോടകം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. തമിഴ്നാട്ടിലെ പ്രശസ്ത പ്രൊഡ്യൂസർ ആയിട്ടുള്ള കൽപ്പാത്തി സുരേഷിന്റെ മകന്റെ റിസപ്ഷനിലാണ് ഈ പറയുന്ന തൃഷയും വിജയും കൂടി ഒരുമിച്ച് പങ്കെടുക്കാൻ പോയത്. അതും രണ്ടാളും ഒരേ ഡ്രസ്സിലാണ് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നമുക്ക് എന്തായാലും ഇവർ രണ്ടാളും ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയതിന്റെ ആ ഫുട്ടേജ് ഒന്ന് കണ്ടുനോക്കാം. എന്താണ് അപ്പുറത്ത് രണ്ടാളെയും ചൊല്ലി ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് യാതൊരു കൂസലില്ലാണ്ട് രണ്ടാളും കൂടി ഒരു ഫംഗ്ഷനിൽ പബ്ലിക്കായി പങ്കെടുക്കാൻ പോയിരിക്കുന്നത്. ഇങ്ങനെ തൊലിക്കട്ടെ അപാനം തന്നെ കേട്ടു, സമ്മതിച്ചു കൊടുത്തു. ഇപ്പൊ ഇങ്ങനെ സ്ഥാനത്ത് നമ്മളൊക്കെ ആണെങ്കിൽ, ഇപ്പൊ നമുക്കെതിരെ ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? ആ പെണ്ണുമായി നമ്മൾ കുറച്ചു കാലം അകലം പാലിക്കുന്നു എന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്താനെങ്കിലും ശ്രമിക്കും, അല്ലെ? കുറച്ചു കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും നോക്കും. പക്ഷെ ഇവിടെ അങ്ങനൊന്നുമില്ല. ആശാന് യാതൊരു കൂസലും ഇല്ല. എന്താ വിഹിതം, ബാ തൃശ്ശേ നമുക്കൊരു കല്യാണം കൂടിയിട്ട് വരാം എന്ന് പറഞ്ഞ് തൃശ്ശനും കൂട്ടി കല്യാണത്തിന് പോയിക്കണം. ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഈ പറയുന്ന വിജയും തൃശ്ശയും തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ പറയുന്ന കൽപ്പാത്തി സുരേഷിന്റെ മകൾ തൃശ്ശയുടെ അടുത്തൊരു സുഹൃത്താണ്. വിജയിന്റെ ഒരു കടുത്ത ആരാധികയും കൂടിയാണ്. വിജയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു പെൺകുട്ടിയും കൂടിയാണ്. അപ്പൊ ആ ഒരു ബന്ധം കണക്കിലെടുത്തും കൂടിയാണ് ഇവർ രണ്ടാളും ഒരുമിച്ച് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയത്. പിന്നെ ഈ പറയുന്ന കൽപ്പാത്തി സുരേഷ് വിജയന്റെ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസർ ആണെന്ന് തോന്നുന്നു. വിജയുമായി ബന്ധപ്പെട്ട് 1-2 പ്രൊഡക്ഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ ബന്ധവും ഇവർ തമ്മിലുണ്ട്. എന്തായാലും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് രണ്ടാളും ഒരുമിച്ച് ആ ഫംഗ്ഷനിൽ പോയത്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇത് ആദ്യമായിട്ടല്ലേ ഈ പറയുന്ന വിജയും തൃശ്ശയും തമ്മിൽ ഒരുമിച്ച് ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഇതിനു മുമ്പും പോയിട്ടുണ്ട്. പ്രശസ്ത സിനിമാ നടിയായിട്ടുള്ള കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് രണ്ടാളും കൂടെ ഒരു ഹെലികോപ്റ്ററിൽ പങ്കെടുക്കാൻ പോയത് പലരും ഓർക്കുന്നുണ്ടാകും. അന്ന് ഗോവയിൽ വെച്ചായിരുന്നു ആ പരിപാടി നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും അന്ന് ഇവർ രണ്ടാളും ഒരുമിച്ച് ഗോവയിൽ പോയതോടെ അത് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമായി മാറുകയും ജസ്റ്റിസ് ഫോർ സംഗീത എന്ന ഹാഷ്ടാഗിൽ അന്ന് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഗീത എന്ന് പറയുന്ന വിജയന്റെ വൈഫാണ്, അറിയാലോ. എനിക്ക് തോന്നുന്നത് അന്നാണ് എല്ലാത്തിനെയും തുടക്കം കുറിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ വിജയും തൃശ്ശയും തമ്മിൽ അവിഹിതമാണ് എന്ന റൂമർ പ്രചരിക്കാൻ പ്രധാന കാരണം അന്നത്തെ ആ സംഭവമാണ്. പിന്നീട് അതിനുശേഷം ഈ പറഞ്ഞ തൃശ്ശയും വിജയും തമ്മിൽ ഒരുപാട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്, അല്ലെ? അതിനെ കുറിച്ചൊരു ചർച്ച നമ്മൾ നടത്തിയതാണ്. എന്തായാലും അതിനെല്ലാം പിന്നോടിയായിട്ടാണ് ഇവരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഭയങ്കര രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് തന്നെ രണ്ടാളും കൂടി ഒരുമിച്ച് ഒരു ഫംഗ്ഷനിൽ പബ്ലിക്കായി പങ്കെടുക്കാൻ പോയത്. എന്തായാലും വിജയന്റെ ഈ അപ്രോച്ച് വിജയ്ക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് പറയാതെ വയ്യ. കാരണം ഇപ്പൊ നിലവിൽ വിജയ് അറിയാലോ, TDK എന്ന് പറയുന്ന സ്വന്തം പാർട്ടിയുടെ കീഴിൽ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി മത്സരിക്കാൻ പോവാണ്. അങ്ങനെ മത്സരിക്കാൻ പോകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വിജയിന്റെ ഭാര്യയായിട്ടുള്ള സംഗീത വിജയ്ക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷനുമായി രംഗത്ത് വരുന്നത്, അല്ലെ? എന്റെ ഭർത്താവിന് മറ്റൊരു നടിയുമായി അവിഹിത ബന്ധമുണ്ട്, എനിക്ക് ഉടനെ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സംഗീത രംഗപ്രവേശനം ചെയ്യുന്നത്. അത് പക്കാ രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ നടത്തിയത് എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ സംഗീതയ്ക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും സംഗീതയുടെ ഡിവോഴ്സ് പെറ്റീഷനുമായിട്ടുള്ള കടന്നു വരവോടുകൂടി കാര്യങ്ങൾ ഭയങ്കരമായി തകിടം മറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം അതുവരെ അടുത്ത തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ഉറപ്പായും വിജയാകുന്നുള്ള ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം അത്രയും ജനപിന്തുണ വിജയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഗീതയുടെ ഈ ഡിവോഴ്സ് പെറ്റീഷന് പിന്നാലെ ആളുകൾ രണ്ട് ചേരിയായി തിരിയാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്തിനു പറയുന്നു, ഏതിനും വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന വിജയ് ഫാൻസ് പോലും ഈ വിഷയത്തിൽ രണ്ട് ചേരിയായി തിരിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് തമിഴ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ വിജയന്റെ ഫാൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോകൾ കാണാൻ സാധിക്കും. ഒരു വിഭാഗം ഫാൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഞങ്ങളുടെ അണ്ണൻ അത്രയും നെഞ്ചിലേറ്റിയതാണ്, ആ അണ്ണൻ ഇങ്ങനെ ഒരാളായിരുന്നു എന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല, സ്വന്തം ഭാര്യ ഇങ്ങനെ ചതിക്കുന്നുവെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നൊക്കെ ഒരു വിഭാഗം പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് എന്താണ്, വിജയും തൃശ്ശയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന റൂമേഴ്സിൽ പൂർണ്ണമായിട്ട് സത്യമൊന്നുമില്ല, അവരിപ്പോഴും ഫ്രണ്ട്സ് ആണ്, അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട്, വിജയിന്റെ ഭാര്യയായിട്ടുള്ള സംഗീതയ്ക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാണ്, അത് ഉടനെ തന്നെ മാറിക്കോളും എന്നും മറ്റൊരു വിഭാഗം വാദിക്കുന്നുണ്ട്. എന്തായാലും വിജയ് ഫാൻസിൽപ്പെട്ട കുറച്ച് ആളുകൾ തന്നെ വിജയ്ക്കെതിരെ തിരിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇനി വിജയ് അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിവേ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഈ വിജയ് തൃശ്ശ ടോപ്പിക് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു മീഡിയ ഉണ്ട്. ഏതാണെന്നല്ലേ, നമ്മുടെ ന്യൂസ് 18 കേരളം. മറ്റുള്ള മാധ്യമങ്ങളൊക്കെ ഈ വിഷയം ചെറിയ രീതിയിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ ന്യൂസ് 18 കേരളം ഇത് കാര്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ പണ്ട് മുതൽ ഈ ചാനൽ അങ്ങനെ
അങ്ങനെയാണല്ലോ. ഇത്തരം ടോപ്പിക്കിലൊക്കെ ഇവര് പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കുന്നത് കാണാറുണ്ട്. ഇതിനു മുമ്പ് മറ്റേ നടി ആക്രമിക്കപ്പെട്ട ദിലീപിന്റെ വിഷയം ഉണ്ടല്ലോ, അതിൽ ന്യൂസ് എയ്റ്റിംഗുകാർ ചെയ്തൊരു സംഭവം എനിക്ക് ഓർമ്മ വരാണ്. എന്താണെന്ന് അവർ ചെയ്തത്, ഒരുപാട് പേജുകൾ ഇറങ്ങിയ ആ കേസിന് വിധിപ്പകർപ്പ് എന്താക്കി ഇവർ ഓരോ ദിവസവും ഓരോ പേജ് വെച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അന്ന് അതിനൊക്കെ വൻ റീച്ച് ആയിരുന്നു. അതിന് പിന്നോടിയായിട്ടാണ് ഇവർ ഇപ്പൊ ഈ വിജയ് ടോപ്പിക്ക് ഭയങ്കര താല്പര്യം എടുത്ത് ചർച്ച ചെയ്യുന്നത്. എന്നാലും ഇത്രയൊക്കെ അയച്ചതിക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് എയ്റ്റിൽ വന്ന റിപ്പോർട്ട് ഒന്ന് കണ്ടുനോക്കാം. നമസ്കാരം. ഇതൊരു AI ചിത്രമല്ല. വിജയുടെ ഭാര്യ സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് വെറും 4 ദിവസങ്ങൾ മാധ്യമങ്ങളിൽ വന്നതിന് പിന്നാലെ കൽപ്പാത്തി എസ് സുരേഷിന്റെ മകന്റെ വിവാഹ റിസപ്ഷന് വിജയും തൃഷയും ഒരുമിച്ച് കാണപ്പെടുന്നു. എക്സ്ക്ലൂസീവ് ചിത്രങ്ങളാണ് ഇത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ വെച്ചൊരു റാലി നടത്തുന്നു. അതിൽ വളരെയധികം അപകടപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പേരെ കാണാം. ശരി, അതിനിടയിൽ അതും സംഭവിച്ചു. ഇങ്ങനെ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ അവസ്ഥ. എന്നാലും തഞ്ചാവൂർ വെച്ച് നടന്ന റാലിയുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഒന്ന് നമുക്ക് കണ്ടുനോക്കാം. വിജയുടെ തഞ്ചാവൂർ റാലിയിൽ അപകടം, 2 സ്ത്രീകളടക്കം 6 പേർക്ക് പരിക്കേറ്റു. വിജയുടെ വാഹനത്തെ പിന്തുടരുന്നതിനിടെ അപകടം, ഒരാളുടെ നില ഗുരുതരമാണ്. ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കണ്ടുവരാം. കൂടുതൽ വിവരങ്ങളുമായി ജോബി ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ജോബി, പ്രജല വിജയിയുടെ പൊതുയോഗങ്ങളിൽ റാലികളിലൊക്കെ തന്നെ അപകടങ്ങൾ പതിവാകുന്നു എന്നുള്ള വിമർശനം എതിർ പാർട്ടികളിൽ എതിരാളികളായ നേതാക്കളൊക്കെ ഉന്നയിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ തഞ്ചാവൂരിലെ യോഗത്തിൽ പോകുന്ന വഴിയിലും സമാനമായ ദൃശ്യങ്ങൾ കാണുന്നത്. വിജയുടെ വാഹനത്തെ പിന്തുടരുതെന്ന് TVക്ക് കർശന നിർദ്ദേശം നൽകിയെങ്കിലും 100 കണക്കിന് ബൈക്കുകളിലായാണ് യുവാക്കൾ പിന്തുടരുന്നത് കാണുന്നത്. തിരുച്ചിറപ്പള്ളി തഞ്ചാവൂർ ദേശീയപാതയിൽ സെഞ്ചിപ്പെട്ടി എന്ന സ്ഥലത്തിനടുത്ത് വെച്ചാണ് ഈ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ഈ വാഹനത്തെ പിന്തുടരുന്നതിനിടയിൽ ബൈക്കിൽ നിന്ന് വീണ് വിഘ്നേഷ് എന്ന യുവാവിന്റെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ പരിക്ക് ഗുരുതരമാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹിലാൽ എന്ന പേരുള്ള മറ്റൊരു യുവാവിന്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ 3 സ്ത്രീകൾ, ഒരു സ്ത്രീ അടക്കം 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 2 വീലറിൽ നിന്ന് വീണ് ഒരു യുവാവിന് പരിക്കേറ്റു എന്നുള്ള വിവരവും വരുന്നുണ്ട്. ഒരു പ്രായമായ സ്ത്രീ ഈ തിരക്കിനിടയിൽപ്പെട്ട് വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ രാവിലെ പുറത്തു വന്നിരുന്നു. പക്ഷേ അവർക്ക് പരിക്ക് സാരമുള്ളതല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വിജയുടെ റാലിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം തന്നെ പിന്തുടരരുത്, പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലും തന്നെ പിന്തുടരരുതെന്ന് നിർദ്ദേശം നൽകിയെങ്കിലും അത് അവഗണിച്ച് പല പ്രവർത്തകരും പുറകെ പോകുന്നത് പതിവ് കാഴ്ചയാണ്. ഇത് പോലീസിനും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായി മാറുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജയുടെ യോഗങ്ങൾ കൂടുതലായി TVക്ക് തീരുമാനിച്ചിരിക്കെ ഇത് യഥാർത്ഥത്തിൽ പോലീസിനും വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. എന്ത് പറയാനല്ലേ, ഇതിനിപ്പോ പ്രത്യേകിച്ച് വിജയിനെ കുറ്റപ്പെടുത്താനൊന്നുമില്ല. ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ ഓടിപ്പോകുന്ന ഫാൻസിനെ പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിലും പണ്ടേ തമിഴ്നാട്ടുകാർ എങ്ങനെയാണല്ലോ, ഇവരൊക്കെ ദൈവത്തിന്റെ സ്ഥാനത്താണല്ലോ സിനിമാ നടന്മാരെ കാണുന്നത്. അതിന്റെ പ്രശ്നമാണ് ഇതൊക്കെ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ വിജയിനെ കുറ്റപ്പെടുത്താതിരിക്കാൻ കഴിയൂല. അത് മറ്റൊന്നുമല്ല, ഇത് ആദ്യമായിട്ടല്ലേ വിജയ് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഇതേപോലെ ആളപകടങ്ങൾ ഉണ്ടാവുന്നതും. മുമ്പ് കരൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തിക്കിലും തിരക്കിലും പെട്ടു ഒരുപാട് ആളുകൾ മരണപ്പെടുകയുണ്ടായി അല്ലെ. അന്ന് വിജയ് ചെയ്ത പരിപാടി എന്താണ്? ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ആ സ്റ്റേജിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നു. ഇതിനുശേഷം വിജയ് മറ്റൊരു സ്ഥലത്ത് വേറൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ സമാനമായ ഒരു സംഭവം ഉണ്ടായി, ഒരാൾ മരണപ്പെടുകയും ചെയ്തു. എന്നിട്ടും വിജയ് അത് മൈൻഡ് ചെയ്തില്ല. ഇപ്പോഴത്തെ തഞ്ചാവൂർ വെച്ചൊരു റാലി നടന്നപ്പോൾ അവിടെ 7 പേർക്ക് പരിക്ക് പറ്റി. അവിടെയും വിജയ് അതുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് വേണ്ട, ഈ വിഷയത്തിൽ അഡ്രസ് ചെയ്യാനെങ്കിലും ശ്രമിക്കുക. അതുപോലും പുള്ളിക്കാരൻ ചെയ്യുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതല്ല, തന്നെ കാണാൻ വേണ്ടി വന്ന സ്വന്തം ഫാൻസിന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാത്ത ഈ മനുഷ്യൻ നാളെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാണെങ്കിൽ പൊതുജനത്തിന്റെ പ്രശ്നങ്ങൾ തിരിഞ്ഞു നോക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നല്ല രസം ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ നല്ലൊരു മുഖ്യമന്ത്രിയായി മാറുമെന്നുള്ളത്. ഫാൻസിനെ തിരിഞ്ഞു നോക്കാത്ത എങ്ങനെ പൊതുജനത്തിന് തിരിഞ്ഞു നോക്കും? നിങ്ങൾ തന്നെ പറ. ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞെന്നുള്ളത് കേട്ടോ. എന്തായാലും നമുക്ക് ബാക്ക് ടു തൃഷ വിജയ് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ന്യൂസ് 18 റിപ്പോർട്ടിലെ ബാക്കി ഭാഗം കൂടി കണ്ടോക്കാം. ഇതിൽ തന്നെയാണ് ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജയും തൃഷയും ഒരുമിച്ചൊരു കാറിലെത്തി ഈ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കുന്നതിലൂടെ ചിത്രം വ്യക്തമാകുകയാണോ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം സംഗീത ഫയൽ ചെയ്തിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിജയും ഒരു നടിയുമായി ബന്ധപ്പെട്ടുള്ള ഗോസിപ്പ് കോളങ്ങളാണ് ഈ വിവാഹമോചന വാർത്തയ്ക്ക് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അവിടെ നിന്നുകൊണ്ടാണ് വെറും 4 ദിവസങ്ങൾ മാത്രം പിന്നിടുന്നു വാർത്താ മാധ്യമങ്ങളിൽ ആ ഡിവോഴ്സ് പെറ്റീഷൻ ഉൾപ്പെടെ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ സംഗീത ഫയൽ ചെയ്തിരിക്കുന്ന ആ പെറ്റീഷൻ പുറത്തു വന്നിട്ട് അതിന് പിന്നാലെ ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്പാർക്ക് ചെയ്യുകയാണ്. ഇത് വലിയ തരംഗം ഉണ്ടാക്കുകയാണ്. അതിനകത്ത് ഒരു തർക്കമില്ല. കൽപ്പാത്തി എസ് സുരേഷ് തമിഴ്നാട്ടിലെ പ്രമുഖനായ ഒരു നിർമ്മാതാവാണ്. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വിജയും തൃഷ കൃഷ്ണനും ഒരുമിച്ച് എത്തിയിരിക്കുന്നത്. അതും ഒരുമിച്ച് ഒരേ കാറിൽ സഞ്ചരിച്ച് ഒരേ രീതിയിൽ തന്നെ അവർ ആ റിസപ്ഷൻ വേളയിൽ എത്തുന്നതും കാണാം. അവിടെ ചുറ്റുമുള്ളവർ വിജയും തൃഷയും ഗ്രീറ്റ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയുമുണ്ട്. ദിസ് ഹാസ് സ്പാർക്ക്ഡ് സ്പെക്കുലേഷൻസ്. സ്വാഭാവികമാണ്. കാരണം
വിജയ് അങ്ങനെ മറ്റൊരു താരവുമായിട്ടും ഒരുമിച്ച് അഭിനയിക്കുന്നവരെ ഒക്കെ ആയിട്ടും ഒരു വലിയ സൗഹൃദം പുലർത്തുന്ന ആളല്ല. വിജയ് സിനിമാ ജീവിതം കഴിയുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ പോകുന്നു. വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ് അദ്ദേഹം, മീഡിയയിൽ പോലും വലിയ സംസാരിക്കാറില്ല. പക്ഷേ പൊളിറ്റീഷ്യൻ ടേൺ വിജയ് അങ്ങനെ എല്ലാ സമ്മേളനങ്ങളിൽ ഒരുപാട് സംസാരിക്കും. അങ്ങനെ സുഹൃത്ത് വലയങ്ങൾ വിജയ്ക്ക് ഉണ്ടാവാറില്ല എന്ന് പറയുമ്പോഴാണ് തൃഷ കൃഷ്ണനുമായിട്ട് ഒന്നിച്ച് ഇതുപോലൊരു റിസപ്ഷൻ വേദിയിൽ ഒരുമിച്ചെത്തുന്നതും ഈ ചിത്രം ഉൾപ്പെടെ സ്പാർക്ക് ചെയ്തതും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ നിർണായകമായ ദൃശ്യങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. സോ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നത് സംഗീത സ്വർണ്ണലിംഗം ഉദ്ദേശിച്ച ആ താരം, ആ നടി തൃഷ കൃഷ്ണനാണോ എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ സ്പാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതാ ഇവിടെ വിജയും തൃഷയും ഒരുമിച്ച് ഒരേ വിവാഹ റിസപ്ഷനിൽ എത്തുമ്പോഴേക്കും ആ ചിത്രങ്ങളും വളരെയധികം വൈറലായി മാറുകയാണ്. ആ വിവാഹ പെറ്റീഷനിൽ പറഞ്ഞിരുന്നൊരു കാര്യം ഇറ്റ് വാസ് ആൻ അഡൾട്രസ് റിലേഷൻഷിപ്പ് വിത്ത് ആൻ ആക്ട്രസ് എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിനുശേഷം വിജയ് ആ സമ്മേളനത്തിൽ വന്നപ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും സംസാരിക്കാനോ അത് ക്ലിയർ ചെയ്യാനോ തയ്യാറായില്ല. നേരെ മറിച്ച് സ്റ്റാലിനും DMK-ക്കുമെതിരെ പരസ്യമായ പ്രതികരണങ്ങൾ മാത്രമാണ് വിജയ് കൊടുത്തത്. എന്നാൽ പോലും തൻ്റെ ഈ വ്യക്തിജീവിതത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും തന്റെ ആരാധകരോട് വിളിച്ചു പറയാൻ തയ്യാറായിരുന്നില്ല വിജയ് ആ സമ്മേളനത്തിൽ. അതിൽ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, മിണ്ടാതിരിക്കാന്നല്ലാണ്ട്. ഞാനും തൃശ്ശയും തമ്മിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇനി അങ്ങോട്ട് ആൾക്കാരത് വിശ്വസിക്കാനും പോടില്ല. പ്രത്യേകിച്ച് വിജയിന്റെ ഭാര്യ ഡിവോഴ്സ് പെറ്റീഷനുമായി രംഗത്ത് വന്ന ഈ സാഹചര്യത്തിൽ അതിനും ഭേദം ഇതിനെ കുറിച്ചൊക്കെ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ്. പക്ഷെ അതിനെല്ലാം ഇടയിൽ വിജയ് ചെയ്ത ഈ കാര്യം അതാണ് വീണ്ടും പ്രശ്നം വഷളാക്കിയത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെങ്കിലും കുറച്ച് കാലത്തേക്കെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് തൃശ്ശയുമായിട്ടൊരു അകലം വിജയ്ക്ക് പാലിക്കാമായിരുന്നു. ഇനി പേഴ്സണലി വെച്ചോട്ടെ, പക്ഷെ പബ്ലിക്കിന് മുന്നിൽ അത് കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇതിപ്പോ ഈ ക്ലിപ്പുകളൊക്കെ കാണുമ്പോൾ വീണ്ടും ജനങ്ങൾ വിജയ്ക്കെതിരെ തിരിയുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലിപ്പുകളുടെ ഒക്കെ താഴെ പോയി കഴിഞ്ഞാണെങ്കിൽ പൂര തെറിവിലാണ് ആളുകൾ കമന്റ് ബോക്സിൽ ഈ പറഞ്ഞ വിജയിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വിജയ് തന്നെ വരുത്തി വെച്ചതാണ്. കുറച്ചെങ്കിലും ഒന്ന് ബുദ്ധിപൂർവ്വം നീങ്ങാമായിരുന്നു. വെറുതെ ഇപ്പൊ ഈ വിവാദം ആളി കത്തിക്കേണ്ട യാതൊരു ആവശ്യവും വിജയിക്കില്ലായിരുന്നു. ഇനിയിപ്പോ ഞാനും തൃശ്ശയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്ന് പൊതുജനത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണോ ഇവരിപ്പോ കാഷ്വലായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയത്? അങ്ങനെയും ചിന്തിക്കാനോ? എന്ത് തന്നെ ആയാലും ഇങ്ങനെ ഇപ്പൊ വിജയും തൃശ്ശയും കൂടി ഒരുമിച്ച് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയത് വിജയ്ക്ക് ഒരു ഭാര്യയായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ധർമാക്കിനുണ്ടോക്കാം. അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത ദിവസം കാണുന്നത് ഈ ചിത്രമാണ്. ഇന്ന് വൈകുന്നേരം ആണ് ഈ റിസപ്ഷൻ നടക്കുന്നത്. ആ റിസപ്ഷനിലാണ് ഇരുവരെയും ഒരുമിച്ച് കാണപ്പെട്ടതായിട്ടുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നത്. സ്വാഭാവികമായിട്ടും ഒരു 20 വർഷത്തെ നീണ്ടു നിൽക്കുന്ന ദാമ്പത്യ ജീവിതം ഒരു ബ്രേക്കിംഗ് പോയിന്റ്, ഒരു തകർച്ചയിലേക്ക് കൊണ്ടുപോയത് ഒരു ബന്ധമാണ് മറ്റൊരു താരം. അതിലേക്കും ഈ ചിത്രങ്ങൾ സ്വാഭാവികമായിട്ടും കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇവരൊരുമിച്ച് എത്തുന്ന ദൃശ്യങ്ങൾ, ഇവരൊരുമിച്ച് നടന്നു വരുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഇതാ മണ്ഡപത്തിൽ ഒരുമിച്ച് ഒരു സ്റ്റിൽ എടുക്കുന്നത് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറുമ്പോഴേക്കും ഉറപ്പിക്കാൻ കഴിയുമോ ആ നായിക തൃഷ കൃഷ്ണനാണോ എന്നുള്ള ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ഇനി എന്തുറപ്പിക്കാനാണ് ഇതിലൊക്കെ? ഇതൊക്കെ പരസ്യമായിട്ടുള്ള രഹസ്യമാണ് വിജയും തൃശ്ശയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. ഇനിയിപ്പോ അതിൽ പ്രത്യേകിച്ച് ഉറപ്പിക്കാനൊന്നും ഇല്ല. ആശാൻ നമ്മുടെ കാര്യമായിട്ട് ഉറപ്പിക്കാൻ നടക്കാണ്, ഒരു ഉറപ്പിക്കലും ഇല്ല ഇവിടെ. ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളായ ഒരു സാഹചര്യത്തിൽ വിജയുടെ ഒരു പഴയ ഇന്റർവ്യൂ വീഡിയോ ഇപ്പൊ നല്ല രീതിയിൽ സർക്കുലേറ്റ് ആവുന്നുണ്ട്. വിജയ് ഈ പറയുന്ന സംഗീതയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇറങ്ങിയ ഒരു ഇന്റർവ്യൂ ആണ് കേട്ടത്. നമുക്ക് എന്തായാലും അതിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. இதை பத்தி நீ என்ன நினைக்கிற? நான் உடனே சொன்னேன், நல்ல பொண்ணு அப்படின்னு. அவங்க ஃபேமிலி பத்தி நீ என்ன? நல்ல ஃபேமிலி, நல்ல பொண்ணு, நல்லா படிச்சு. ஏன் கேட்குறீங்க? இமீடியட்டா கேட்டாரு, நீ அவளை கல்யாணம் பண்ணிக்கிறியா? நான் வந்து ஒரு மாதிரி நான் எக்ஸ்பெக்ட் பண்ணது. உண்மையில ஒரு மாதிரி ஷாக் ஆயிட்டேன். என்னப்பா திடீர்னு இப்படி கேட்குறீங்க? இல்லடா, எனக்கும் உங்க அம்மாவுக்கும் எனக்கு சங்கீதாவை ரொம்ப பிடிச்சி போச்சு. லண்டன் போனோம். லண்டன் போறதுக்கு முன்னாடி எங்க அப்பா கேட்டாரு, இந்த மாதிரி அங்க போறோம், உன்னை வந்து அந்த பொண்ணை உனக்கு நிச்சயம் பண்ணலாமா, முடிவு பண்ணிக்கலாமா அப்படின்னு. அதுக்கும் நான் ஒரே வார்த்தை சொன்னேன், உங்க இஷ்டம்ப்பா. ஸோ அதே மாதிரி லண்டன் போனோம், அவங்க ஃபேமிலியோட பேசி, சும்மா எங்க ஃபேமிலி அவங்க ஃபேமிலி சும்மா வீட்டோட ரொம்ப சிம்பிளா நிச்சயதார்த்தம் பண்ணிட்டோம். அவ்வளவுதான். சங்கீதாவை தான் நீ கல்யாணம் பண்ணிக்க போற அப்படின்னு முடிவானதுக்கு அப்புறம் இப்போ நான் சங்கீதாவை காதலிக்கிறேன். உண்மையில அந்த ஃபீலிங் ரொம்ப நல்லா இருக்குங்க. அது கண்டிப்பா அந்த காதல்ன்றது எல்லார் லைஃப்லயும் வரணும். எனக்கு ரியல் லைஃப்ல எனக்கு வந்து இப்போ இருக்கு. ரொம்ப அந்த ஃபீலிங்லாம் உண்மையிலே ரொம்ப நல்ல ഫീലിംഗ്. ആ ഫീലിങ്ങിനെ കുറിച്ച് ഇനിയിപ്പോ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇവിടെ വിജയ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുമില്ല, പക്ക ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഈ പറഞ്ഞ് വിജയും സംഗീതവും തമ്മിൽ എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അത് വിജയിന്റെ അടുത്ത് പോയി പറഞ്ഞു, വിജയ് ഓക്കെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ തുടങ്ങിയൊരു ബന്ധമാണ് ഇവരുടേത്. അത് അങ്ങനെ തന്നെ അവസാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ വിജയും സംഗീതവും തമ്മിലുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ വിജയ് ഡിവോഴ്സിന് തയ്യാറാവുന്നില്ല, ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആ ന്യൂസും പുറത്തുവിട്ടത് നമ്മുടെ ന്യൂസ് 18 കേരളം തന്നെയാണ് കേട്ടോ. ഇവരെ ഇതിന്റെ
പിന്നാലെ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും ന്യൂസ് 18 കേരളത്തിൽ വന്ന ആ റിപ്പോർട്ട് നമുക്കൊന്ന് കേട്ടോക്കാം. നമസ്കാരം. നടൻ വിജയും ഭാര്യ സംഗീതയും തമ്മിലുള്ള വിവാഹമോചന കേസ് ഒത്തുതീർപ്പിലേക്ക് ഇന്ന് തമിഴ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാം 4 ദിവസങ്ങൾക്ക് മുമ്പ് വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു വിജയ്ക്കെതിരെ സംഗീത നൽകിയ വിവാഹമോചന പെറ്റീഷൻ. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ നൽകിയിരുന്ന ആ പെറ്റീഷനിൽ കൃത്യമായി പറഞ്ഞിരുന്നു വിജയ്ക്ക് മറ്റൊരു നായികയുമായുള്ള അവിഹിത ബന്ധത്തിന് കാരണം കൊണ്ടാണ് താൻ ഈ വിവാഹമോചന കേസ് ഫയൽ ചെയ്യുന്നതെന്ന് സംഗീത പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ ആ കേസ് ഒത്തുതീർപ്പിലേക്ക് നീങ്ങുകയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നത്. വിജയ്ക്ക് ഇന്നൊരു സമ്മേളനം, TVK സമ്മേളനം തഞ്ചാവൂരിൽ വെച്ചുണ്ടായിരുന്നു. പൊതുസമൂഹത്തെ വിജയ് കാണുകയും ചെയ്തു. അത് ഈ ഒത്തുതീർപ്പ് നടത്തിയതിനു ശേഷമാണ് ഈ സമ്മേളനത്തിൽ പോലും വിജയ് പങ്കെടുത്തതെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 250 കോടി രൂപ കൊടുത്തിട്ട്, ഭാര്യ സംഗീതയ്ക്ക് 250 കോടി രൂപ കൊടുത്ത് വിവാഹമോചന കേസ് ഒത്തുതീർപ്പിലാക്കുക എന്നതാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബെസ്റ്റ്. ഇതിലിപ്പോ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇനി സത്യം ഉണ്ടെങ്കിൽ തന്നെ വിജയിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. പുള്ളിക്കാരന്റെ ഭാര്യയെ കൈവിടാനും പറ്റില്ല, എന്നാൽ തീർച്ചയായിട്ട് വേണമെന്ന് താനും. ഇവിടെ വിജയെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ ഡിവേഴ്സിൽ ഒപ്പിട്ടിട്ട് ഭാര്യയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി തൃശ്ശേനെ പിന്നാലെ പോവുക, അതല്ല എങ്കിൽ തൃശ്ശയെ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ട് ഭാര്യയെ സ്വീകരിച്ചിട്ട് പഴയ പോലെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിന് രണ്ടിനും വിജയ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഭാര്യയും വേണം, എന്നാൽ തൃശ്ശയെ ഒഴിവാക്കാനും പറ്റില്ല. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. എന്തായാലും സംഭവം മുട്ടൻ കോമഡി ആയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. ഇനി തമിഴ്നാട്ടിലെ അടുത്തൊരു ദിലീപായി വിജയ് മാറുമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.